പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ജനനനാൾ മുതൽ 7 ദിവസമാണ് അവിടുത്തെ പ്രിയപ്പെട്ട മാതാവ് ആമിന ബിബി മുലയൂട്ടിയത്. അറബികളുടെ സമ്പ്രദായമാണ് മറ്റൊരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഗ്രാമീണ സ്ത്രീകളെ അവർ ഏൽപ്പിക്കും. അതിന് പല കാരണങ്ങളുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ഈ കുഞ്ഞുമോന് പാല് കൊടുക്കാൻ ആരായിരിക്കും ഏറ്റെടുക്കുക? ത്വായിഫിന്റെ ഉൾഗ്രാമങ്ങളിൽ നിന്ന് ഏതാനും 10ഓളം സ്ത്രീകൾ വന്നു. അവർക്ക് ആവശ്യം മുലയൂട്ടാൻ കുഞ്ഞിനെ വേണമെന്നതാണ്. അങ്ങനെ 10 പേര് വന്ന് കുട്ടികളെ പലരെയും അവർ നോക്കി പറ്റിയ കുട്ടികളെ കൊണ്ടുപോവാണ്. ആ കൂട്ടത്തിൽ ഹലീമ ബീബി വരുന്നുണ്ട്. ഹലീമ ബീബിയുടെ ഭർത്താവുമുണ്ട്. ഹലീമ ബീബിക്ക് മറ്റൊരു കുട്ടിയുണ്ട്, അബ്ദുള്ള എന്ന കുട്ടി. പക്ഷെ ഹലീമ ബീബി വരുന്ന കഴുതപ്പുറത്താണ്. അത് വെളുത്ത മെലിഞ്ഞ ക്ഷീണിച്ച ഒരു കഴുതയാണ്. ഭർത്താവാകുന്ന അബ്ദുള്ള വരുന്നാകട്ടെ അതും മെലിഞ്ഞ ഒരു ഒട്ടകം. അവർ ദിവസങ്ങളോളം ക്ഷീണിച്ച് കാര്യമായി വെള്ളവും ഭക്ഷണമൊന്നും ഇല്ലാതെ ക്ഷീണിച്ചാണ് വരുന്നത്. ഹലീമ ബീബിയുടെ മുലപ്പാലിൽ പാലുമില്ല. ആ ഒരു അവസ്ഥയിൽ വന്നു. ഇവിടെയുള്ള 9 പേരും നല്ല കുട്ടികളൊക്കെ, ഉപ്പയുള്ള കുട്ടികളെ കൊണ്ടുപോയി. പക്ഷേ ഈ അനാഥയായ കുട്ടിയെ കൊണ്ടുപോകാൻ ആരുമില്ല. അവർക്ക് ഈ വരുന്നവർക്ക് ആവശ്യം കുട്ടിയുടെ ഉപ്പയിൽ എന്തെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വരുന്നത്. പക്ഷേ ഈ കുട്ടി അനാഥയല്ലേ? അബ്ദുള്ള എന്ന പിതാവ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ അനാഥയായ കുട്ടിയെ ഏറ്റെടുക്കണോ എന്നാണ് അവർ ആലോചിച്ച് നിന്നത്. ചുരുക്കത്തിൽ ആരുമില്ലാതെയായപ്പോൾ, വേറെ കുട്ടികളെ കിട്ടാതെ ആയപ്പോൾ ഹലീമ ബീവിയും ഭർത്താവും ഒന്ന് കുട്ടിയെ മുഖത്തേക്കൊന്ന് നോക്കിയപാട് തന്നെ വല്ലാത്തൊരു സന്തോഷം, ഒരു പ്രകാശം മുഖത്ത് കണ്ടപ്പോൾ ഈ കുട്ടിയെ നമുക്ക് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുത്തുനബിയാകുന്ന പിഞ്ചു പൈതലിനെ ഹലീമ ബീവി ഏറ്റെടുക്കുകയാണ്. ഹലീമ ബീവി കുട്ടിയെ എടുത്ത് മടിയിലേക്ക് വെച്ച് പാല് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ധാരധാരയായ പാല് വരാൻ തുടങ്ങിയെന്നാണ് ചരിത്രം. ക്ഷീണിച്ചു വന്ന വെളുത്ത കഴുതയില്ലേ, അത് ശക്തിയായി ഓടാൻ തുടങ്ങി. ഒട്ടി വന്ന ഒട്ടകമില്ലേ, അത് നല്ല പാല് തരാൻ തുടങ്ങി. വല്ലാത്തൊരു ആവേശം. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലെത്തിയപ്പോൾ പിന്നെ തൊട്ടതെല്ലാം പൊന്നാകുന്ന രൂപത്തിലായിരുന്നു. ഹലീമ ബീവി കുട്ടിയെ പോറ്റി വളർത്തുകയാണ്.